ജയ് ഹിന്ദ് സുഹൃത്തുക്കളെ, വന്ദേ മാതരം. ഇന്ത്യയുടെ ഭാവി വ്യോമശക്തിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ അവസരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് വികസിപ്പിക്കുന്ന 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ GCAP അഥവാ ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം. ഈ പദ്ധതിയിലെ പ്രധാന കമ്പനികളിൽ ഒന്നായ ലിയോനാർഡോയുടെ CEO ലോറൻസോ മറിയാനി അടുത്തിടെ പറഞ്ഞ ഒരു കാര്യം വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. GCAPലേക്ക് പുതിയൊരു രാജ്യത്തിന് പങ്കാളിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 2026 അവസാനിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വിമാനം എങ്ങനെ രൂപകൽപ്പന ചെയ്യണം, എഞ്ചിൻ എങ്ങനെ ആകണം, സെൻസറുകൾ, സോഫ്റ്റ്വെയർ, ആയുധങ്ങൾ, നിർമ്മാണ വിഹിതം, ഇതെല്ലാം തീരുമാനിക്കുന്ന മേശയിൽ ഇപ്പം തന്നെ ഇരിക്കണോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യ GCAPൽ ചേരണോ? GCAP നമ്മുടെ ആംക പദ്ധതിയെ സഹായിക്കുമോ, അതോ ഒരു വിദേശ പദ്ധതിയിൽ കയറിക്കൂടി ആംകത്തിനെ ദുർബലപ്പെടുത്തുമോ? നമുക്ക് ലളിതമായിട്ടൊന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ ടെമ്പസ്റ്റ് പദ്ധതിയും ജപ്പാന്റെ FX പദ്ധതിയും ഒന്നിച്ചാണ് GCAP രൂപപ്പെട്ടത്. തുടക്കത്തിലെ തന്നെ ഇറ്റലിയും അതിൽ പ്രധാന പങ്കാളിയായി. 2035 ഈ വിമാനം സർവീസിൽ എത്തിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ GCAP എന്ന് പറയുന്നത് ഒരു സാധാരണ സ്റ്റെൽത്ത് ഫൈറ്റർ മാത്രമല്ല, ഇതൊരു കംപ്ലീറ്റ് മിഷൻ ആർക്കിടെക്ചർ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ കേന്ദ്രത്തിൽ പൈലറ്റ് നിയന്ത്രിക്കുന്ന ഒരു യുദ്ധവിമാനം ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ അനേകം ആളില്ലാ കോമ്പാറ്റ് ഡ്രോണുകൾ, അഡ്വാൻസ്ഡ് സെൻസറുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെക്യൂർ ഡേറ്റ ലിങ്ക്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്, പുതിയ ആയുധങ്ങൾ, ഇതെല്ലാം ഒരൊറ്റ ശൃംഖലയായിട്ട് പ്രവർത്തിക്കും. അതായത് ഇന്നത്തെ ഫൈറ്റർ പൈലറ്റ് ഒരു വിമാനം നിയന്ത്രിക്കുന്നു, നാളത്തെ GCAP പൈലറ്റ് ഒരു പക്ഷേ ഒരു ചെറിയ വ്യോമസേനയെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ. ഒരു ഡ്രോൺ മുന്നോട്ട് പോയി റഡാർ കണ്ടെത്തും, മറ്റൊന്ന് ഇലക്ട്രോണിക് ജാമിങ് നടത്തും, വേറൊരു ഡ്രോൺ ആയുധങ്ങൾ വഹിക്കും, വിക്ഷേപിക്കും. ഇതെല്ലാം കൂടി ഏകോപിപ്പിക്കുന്ന ഒരു ഫ്ലൈയിങ് കമാൻഡ് സെൻറ്റർ ആയിരിക്കും GCAP. അതുകൊണ്ടാണ് 6ാം തലമുറ ഫൈറ്റർ എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റെൽത്തുള്ള വിമാനം മാത്രമല്ല, ഒരു മുഴുവൻ യുദ്ധ ശൃംഖലയുടെ സമ്പൂർണ്ണ തലച്ചോറാണ്. 5ാം തലമുറ വിമാനങ്ങളിലെ സ്റ്റെൽത്ത്, ഇന്റേണൽ വെപ്പൺ ബേ, സെൻസർ ഫ്യൂഷൻ, ഇതൊക്കെയാണ് പ്രധാന സവിശേഷതകൾ. 6ാം തലമുറയിലേക്ക് വരുമ്പോൾ ഈ സവിശേഷതകളെല്ലാം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് മാറും. അതുകൂടാതെ റഡാർ, സാറ്റലൈറ്റ്, ഡ്രോണുകൾ, വാർഷിപ്പുകൾ, ഗ്രൗണ്ട് സെൻസർ, ഇതിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം വിമാനം ഒരുമിച്ച് ശേഖരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഏതാണ് ഏറ്റവും വലിയ ഭീഷണി, ആദ്യം എന്ത് ചെയ്യണം, ഏത് ആയുധമാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പൈലറ്റിന് വളരെ വേഗത്തിൽ മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ തന്നെ പുതിയൊരു മിസൈലോ ഒരു സെൻസറോ ഒക്കെ ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം വിമാനം മാറ്റിപ്പണിയേണ്ട അവസ്ഥയെല്ലാം ഒഴിവാക്കി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയും മോഡുലാർ സിസ്റ്റംസ് വഴിയും ശേഷികൾ കൂട്ടാനായിട്ടും സാധിക്കണം. ഇതിൻ്റെ സ്റ്റെൽത്ത് എന്ന് പറയുന്നത് റഡാറിൽ നിന്നും രക്ഷപ്പെടുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇപ്പോൾ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ, ഇലക്ട്രോണിക് എമിഷൻ, കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ്, ഇതിനെ എല്ലാം സപ്രസ് ചെയ്തിട്ട് ഈ രീതിയിൽ പോലും 6ാം തലമുറ വിമാനത്തിനെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിരിക്കണം. ബ്രിട്ടൻ്റെ BAE സിസ്റ്റംസ്, ഇറ്റലിയുടെ ലിയോനാർഡോ, ജപ്പാൻ്റെ JAIEC എന്നിവയാണ് ഇതിലെ പ്രധാന പങ്കാളികൾ. ബ്രിട്ടനും അടുത്ത വർഷങ്ങളിലായിട്ട് GCAPനായിട്ട് വലിയൊരു തുകയും വകയിരുത്തിയിട്ടുണ്ട്. അതായത് സർക്കാരുണ്ട്, കമ്പനികളുണ്ട്, പണമുണ്ട്, വ്യക്തമായ സമയക്രമവുമുണ്ട്. അതുപോലെ തന്നെ 2035 ലക്ഷ്യം മാറ്റില്ലെന്നാണ് ഇതിൻ്റെ നേതൃത്വം പറയുന്നത്. അതുകൊണ്ടാണ് പുതിയൊരു രാജ്യം ചേരണമെങ്കിൽ വേഗത്തിൽ തീരുമാനിക്കണമെന്ന് ലിയോനാർഡോ CEO പറയുന്നത്. അടിസ്ഥാന ഡിസൈനും വർക്ക്ഷീറ്റും തീരുമാനിച്ച ശേഷം ഇന്ത്യയെ പോലെ ഒരു രാജ്യമെത്തിയാൽ പൂർണ്ണ പങ്കാളിത്തത്തിന് പകരം ഒരു പരിമിത ഉപഭോക്തൃ പങ്ക് മാത്രമാകും ലഭിക്കുക. അപ്പോൾ ഇന്ത്യക്ക് ഇതിൽ യഥാർത്ഥ താല്പര്യമുണ്ടോ? ഇന്ത്യ GCAPൽ ചേരുമെന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ സാധ്യത വെറും മാധ്യമ സൃഷ്ടിയുമല്ല. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ 6ാം തലമുറ യുദ്ധവിമാന പദ്ധതികളിൽ ഒന്നുമായിട്ട് സഹകരിക്കാനുള്ള സാധ്യത ഇന്ത്യൻ വ്യോമസേന പരിശോധിക്കുന്നുണ്ടെന്ന് സൂചനയുണ്ടായിരുന്നു. പ്രധാനമായിട്ടും GCAPും ഫ്രാൻസ്, ജർമ്മനി നേതൃത്വത്തിലുള്ള FCAS പദ്ധതിയുമായിരുന്നു ചർച്ചയിൽ. അതായത് ഭാവിയിലെ യുദ്ധവിമാന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ പിന്നിലാകരുത് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പ്രവർത്തനം ആരംഭിക്കണം എന്നായിരുന്നു കമ്മിറ്റിയുടെ നിലപാട്.
അതുകൊണ്ട് ഇന്ത്യയുടെ മുമ്പിൽ ഒരു യഥാർത്ഥ അവസരം തുറക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പദ്ധതിയിൽ ചേരുന്നത് വഴി ഇന്ത്യക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യ നേട്ടം 6ാം തലമുറ സാങ്കേതിക വിദ്യയുടെ ഡിസൈൻ സ്റ്റേജിൽ തന്നെ പ്രവേശിക്കാമെന്നുള്ളതാണ്. ഇന്ത്യ ഇപ്പോൾ ആംക എന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വികസിപ്പിക്കുകയാണ്. ആംക നമുക്ക് അനിവാര്യമാണ്. പക്ഷേ 5ാം തലമുറ ആംക പൂർത്തിയായ ശേഷം മാത്രമേ 6ാം തലമുറയെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിപ്പോകും. ഒരു അഡ്വാൻസ്ഡ് ഫൈറ്റർ വികസിപ്പിക്കാനായിട്ട് 10 മുതൽ 15 വർഷം വരെ സമയമെടുക്കും. എന്ന് പറഞ്ഞാൽ ഇന്നെടുക്കാത്ത തീരുമാനത്തിൻ്റെ ഫലം നമ്മൾ അറിയാൻ പോകുന്നത് 2040 ചൈന J-20 വിമാനങ്ങൾ വലിയ തോതിൽ വിന്യസിച്ച് കഴിഞ്ഞു. പുതിയ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോംസും അടുത്ത തലമുറ പരീക്ഷണ വിമാനങ്ങളും അവർ വികസിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആംക മുന്നോട്ട് പോകുന്നതിനോടൊപ്പം 6ാം തലമുറയിലേക്കുള്ള തയ്യാറെടുപ്പും ഇന്ത്യ തുടങ്ങണം. രണ്ടാമത്തെ ബെനിഫിറ്റാണ് എഞ്ചിൻ സാങ്കേതിക വിദ്യ. GCAP ഇന്ത്യക്ക് നൽകാവുന്ന ഏറ്റവും വിലപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ആയിരിക്കും. GCAPൻ്റെ എഞ്ചിൻ റോൾസ് റോയ്സ്, ജപ്പാൻ്റെ IHI, ഇറ്റലിയുടെ എവിയോ എയറോ എന്നിവർ ചേർന്നിട്ടാണ് വികസിപ്പിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ മെറ്റീരിയലുകൾ, അഡ്വാൻസ്ഡ് ടർബൈൻ ബ്ലേഡുകൾ, ഹോട്ട് സെക്ഷൻ ടെക്നോളജി, പവർ ജനറേഷൻ, തെർമൽ മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഇന്ത്യക്ക് ഇപ്പോഴും വലിയ വെല്ലുവിളികളുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ 6ാം തലമുറ ഫൈറ്ററിന് ത്രസ്റ്റ് മാത്രം മതിയാവില്ല. അതിൻ്റെ അതിനൂതനമായ റഡാറുകൾ, സെൻസറുകൾ, പവർഫുൾ കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്, ഭാവിയിലെ ലേസർ വെപ്പൺസ് വരെ പ്രവർത്തിപ്പിക്കാനായിട്ട് വലിയ വൈദ്യുതിയും ആവശ്യമാണ്. ഇന്ത്യക്ക് എഞ്ചിൻ വികസനത്തിൽ യഥാർത്ഥ ഡിസൈൻ പാർട്ടിസിപ്പേഷൻ ലഭിച്ചാൽ അതിൻ്റെ നേട്ടം GCAPൽ മാത്രം ഒതുങ്ങില്ല. ആംക മാർക്ക് 2 ഉൾപ്പെടെയുള്ള ഭാവി ഇന്ത്യൻ പദ്ധതികൾക്കും ഇത് സഹായകരമാകും. മൂന്നാമതായിട്ട് സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെൻസറുകൾ. ഇന്ത്യക്ക് വളരെ മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ശേഷിയുണ്ട്. പക്ഷേ GCAP പോലെ ഒരു പദ്ധതിയിൽ സെൻസർ ഫ്യൂഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോമ്പാറ്റ് ക്ലൗഡ് സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് യഥാർത്ഥ ഉത്തരവാദിത്തം ലഭിച്ചാൽ ഇന്ത്യയുടെ എയറോസ്പേസ് സോഫ്റ്റ്വെയർ മേഖലയ്ക്ക് വലിയ മുന്നേറ്റമാവും. ഇതിൽ ടാറ്റ, L&T, BEL, HAL, DRDO, സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ, IITകൾ ഇവർക്കെല്ലാം അവസരം ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ വെറും ഫൈറ്റർ വാങ്ങുന്ന രാജ്യമല്ല, വിമാനത്തിൻ്റെ ബുദ്ധി കേന്ദ്രം നിർമ്മിക്കുന്ന രാജ്യമാവും. ഇന്ത്യക്ക് മീനിങ് ആയിട്ടുള്ള ഒരു വർക്ക് ഷെയർ ലഭിച്ചാൽ ഇതിൻ്റെ വിങ്സ്, കോമ്പസിറ്റ് സ്ട്രക്ചറുകൾ, ഇലക്ട്രോണിക് സിസ്റ്റംസ്, എൻജിൻ കോമ്പണൻസ്, സെൻസറുകൾ, ഡ്രോണുകൾ, ഇതിലെല്ലാം ഇന്ത്യൻ പങ്കാളിത്തം വർദ്ധിക്കും. ഇത് വലിയ കമ്പനികൾക്ക് മാത്രം ലഭിക്കുന്ന നേട്ടമായിരിക്കില്ല. പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, മെറ്റീരിയൽസ്, സോഫ്റ്റ്വെയർ മേഖലകളിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് ജോലി ലഭിക്കും. GCAP പോലെ വലിയൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റായി, പ്രൊഡക്ഷനായി, അപ്ഗ്രേഡുകളായി, ഭാവിയിലെ മെയിൻ്റനൻസായി, എക്സ്പോർട്ട്സായി, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പതിറ്റാണ്ടുകൾ നീളും. ഇന്ത്യ ഒരു ഡിസൈൻ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്ന ഓരോ വിമാനത്തിലും ഇന്ത്യയുടെ കോമ്പണൻസും ഉണ്ടാവും. അതാണ് ഒരു സാധാരണ ബയറിനും ഒരു കോ ഡെവലപ്മെൻറ്റ് പാർട്ട്ണറിനുമുള്ള വ്യത്യാസം. പക്ഷേ GCAPൽ ചേരുന്നത് സൗജന്യമല്ല. വികസന ചെലവ് വളരെ വലുതായിരിക്കും. ഇനി അത്രയും പണം ചെലവഴിച്ചിട്ടും സോഴ്സ് കോഡ്, സ്റ്റെൽത്ത് മെറ്റീരിയൽ, എഞ്ചിൻ ഹോട്ട് സെക്ഷൻ ടെക്നോളജി, ഇന്ത്യൻ ആയുധങ്ങൾ സംയോജിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊന്നും ലഭിച്ചില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഷെയറും അങ്ങേയറ്റം നിർണായകമാണ്. ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി എന്നിവർ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഓൾറെഡി വിഭജിച്ച് തുടങ്ങി. അപ്പം അതുകൊണ്ട് ഇന്ത്യ പൈസ എല്ലാം കൂടെ കൊടുത്തിട്ട് അസംബ്ലി വർക്ക് മാത്രം നേടാൻ പാടില്ല. കാരണം ഫ്യൂസലേജ് പാർട്ടുകൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്നോളജി ട്രാൻസ്ഫർ അല്ല. വിമാനം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്ന അറിവിലാണ് യഥാർത്ഥ ശക്തി. പിന്നെ മറ്റൊരു ചോദ്യം വരും, അപ്പം ആംകയുടെ കാര്യം എന്താകുമെന്ന്. പക്ഷെ ഇതിനെ ആംക അല്ലെങ്കിൽ GCAP എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടതായിട്ടില്ല. ആംക ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാനവും സാങ്കേതിക അടിത്തറയുമായിരിക്കണം. GCAP ഇന്ത്യയുടെ 6ാം തലമുറയിലേക്കുള്ള പാലമാകണം. ആംകയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്റ്റെൽത്ത് ഡിസൈൻ, ഫ്ലൈറ്റ് കൺട്രോൾ, കോമ്പോസിറ്റ് സ്ട്രക്ചർ, വെപ്പൺ ഇൻറ്റഗ്രേഷൻ, ഈ കഴിവുകളൊക്കെ GCAP ചർച്ചയിൽ ഇന്ത്യയുടെ ബാർഗനിങ് പവർ വർദ്ധിപ്പിക്കും. GCAPൽ നിന്നും എൻജിൻ, AI, സെൻസേഴ്സ്, ഇലക്ട്രോണിക് വാർഫെയർ എന്നിവയിൽ ലഭിക്കുന്ന അനുഭവം ആംകയുടെ ഭാവി പതിപ്പുകളെയും ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ആംക ഒരു സാഹചര്യത്തിലും മന്ദഗതിയിലാകരുത്. GCAP അതിന് പകരമല്ല, അടുത്ത പടിയാണ്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണം? 2026 ഇന്ത്യ കണ്ണടച്ച കരാറിൽ ഒപ്പിടണമെന്നല്ല ലിയോനാർഡോ CEO പറഞ്ഞത്. ഔദ്യോഗിക ചർച്ചകൾ ഉടനെ ആരംഭിക്കണം. പദ്ധതിയുടെ ചെലവ്, ഗവേണൻസ്, വർക്ക് ഷെയർ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൂൾസ് ഇതെല്ലാം ആദ്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
തുടർന്ന് ഇന്ത്യക്ക് വേണ്ട മേഖല മുൻകൂട്ടി നിശ്ചയിക്കണം. എഞ്ചിൻ ടെക്നോളജി, സെൻസർ ഫ്യൂഷൻ, ഇലക്ട്രോണിക് വാർഫെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോണമസ് ഡ്രോണുകൾ, മിഷൻ സോഫ്റ്റ്വെയർ, ഇതിലെല്ലാം 2-3 പ്രധാന മേഖലകളിലെങ്കിലും ഇന്ത്യക്ക് ലീഡർഷിപ്പ് റോൾ വേണം. അതുപോലെ ഇന്ത്യൻ വെപ്പൺസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്, അപ്ഗ്രേഡുകൾ നടത്താനുള്ള അവകാശം വേണം. എക്സ്പോർട്ട് ചെയ്യാനുള്ള വർക്ക് ഷെയറും സോഴ്സ് കോഡ് ആക്സസും നമുക്ക് വേണം. അങ്ങനെ യഥാർത്ഥ കോ ഡെവലപ്മെൻറ്റ് പാർട്ട്ണറായിട്ടാണ് ഇന്ത്യ പ്രവേശിക്കേണ്ടത്. സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് GCAP ഇന്ത്യക്ക് ലഭിച്ച ഔദ്യോഗിക ഓഫറാണെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ലിയോനാർഡോ CEO ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ട് ഡെഡ്ലൈൻ നൽകിയതുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം വ്യക്തമാണ്. 6ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ അടിസ്ഥാന രൂപകൽപ്പന ഇപ്പോഴാണ് തീരുമാനിക്കപ്പെടുന്നത്. ഈ ഘട്ടം കഴിഞ്ഞാൽ പുതിയ പങ്കാളിയുടെ സ്വാധീനം കുറയും. അതുകൊണ്ട് ഇന്ത്യയുടെ ശരിയായ തന്ത്രം ഇങ്ങനെയായിരിക്കണം. AMK വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. GCAPനോട് ഉടൻ ഗൗരവമായ ചർച്ച നടത്തുക. സാങ്കേതികവിദ്യ, ഡിസൈൻ അതോറിറ്റി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, മാനുഫാക്ചറിംഗ് ലീഡർഷിപ്പ്, എക്സ്പോർട്ട് ബെനിഫിറ്റ്സ് ഇതെല്ലാം ലഭിച്ചാൽ മാത്രം പ്രവേശിക്കുക. 2040 ആകാശ യുദ്ധത്തിൻ്റെ നിയമങ്ങൾ ഇന്ന് എഴുതപ്പെടുകയാണ്. ആ മേശയിൽ ഇന്ത്യക്കൊരു സീറ്റ് വേണം. മറ്റുള്ളവരെഴുതിയ കരാറിൽ ഒപ്പിടാനുള്ള സീറ്റ് മാത്രമല്ല, സ്വന്തം പേനയുമായിട്ടിരുന്ന് തീരുമാനങ്ങൾ എഴുതാനുള്ള സീറ്റ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.